ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച പുറത്തൊക്കെ നിറച്ചും മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ രാത്രി മുഴുവനും ഇതുപോലെ സ്നോ പെയ്ത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പുറത്തെ മഞ്ഞൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ ആസ്വദിച്ച് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്ത ആണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടി ക്രിസ്മസിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന ദിവസം എന്ന് നമ്മൾ പണ്ടേ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസിന് ഗിഫ്റ്റൊക്കെ വാങ്ങാനുള്ള ദിവസമായിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങി. അപ്പം അങ്ങനെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പം തലേ ദിവസം നന്നായിട്ട് തന്നെ മഞ്ഞ് പെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മഞ്ഞായിരുന്നു. ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലിരുന്ന് മഞ്ഞൊക്കെ ആസ്വദിച്ച് കാണാനായിട്ട് നമുക്ക് സന്തോഷമാണ്. പക്ഷെ നമുക്ക് ജോലി ചെയ്യാതെ പറ്റില്ലല്ലോ. പക്ഷെ ഇന്ന് എന്തായാലും തന്നെ ജോലി ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ നാട്ടിലെ പോലത്തെ മഞ്ഞൊന്നും അല്ല, അതികഠിനമായ -1ഉം -2 ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ നമ്മൾ വാൾമാർട്ടിലാണ് എത്തിയിരിക്കുന്നത്. വാൾമാർട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റോറാണ്. കാനഡയുടെയും US-ൻ്റെയും ഓരോ പ്രോവിൻസിലും 10 to 50 വാൾമാർട്ടുകൾ ഉണ്ടെന്നാണ്. നമ്മുടെ കപ്പയൊക്കെ എപ്പോഴും വാൾമാർട്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ കപ്പ മെഴുക്കൊക്കെ പുരട്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫ്രോസൺ കപ്പയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഇഞ്ചി അതുപോലെ കിട്ടണമെങ്കിൽ വാൾമാർട്ടിൽ തന്നെ വരണം. സ്വീറ്റ് പൊട്ടറ്റോ പർപ്പിൾ കളർ അതുപോലെ പിങ്കിഷ് കളറൊക്കെ ഉണ്ട് ഇവിടെ. പർപ്പിൾ കളർ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും. അതുപോലെ പിങ്ക് കളറായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോയുടെ ഉള്ളിൽ നല്ല യെല്ലോ കളറായിരിക്കും. പിന്നെ ഓർഗാനിക് സ്വീറ്റ് പൊട്ടറ്റോയും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ ഉനിയൻ ഇത്രയും കളർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടുത്തെ ഉനിയൻ നല്ല കളറും അതുപോലെ നല്ല വലിയ ഉനിയനുമാണ്. അതുപോലെ വൈറ്റ് ഒനിയൻ ഉണ്ട്, അതുപോലെ യെല്ലോ, അതുപോലെ പർപ്പിൾ, പിന്നെ അങ്ങനെ കുറേ കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒനിയൻ ഇവിടെ വന്നേ പിന്നെയാണ് നമ്മൾ കണ്ടത്. പർപ്പിൾ ഒനിയൻ നമ്മളെപ്പോഴും സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അതുപോലെ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ഒനിയനൊക്കെ നമുക്ക് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇതുപോലെ തന്നെ റെഡ്, അതുപോലെ വൈറ്റ്, യെല്ലോ പൊട്ടറ്റോസ് ഉണ്ട്. അതിനും ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ് എല്ലാത്തിനും. അതുപോലെ നമ്മുടെ കൂർക്കയുടെ വലിപ്പത്തിലൊക്കെ ഉള്ള പൊട്ടറ്റോസ് ഇവിടെ ചെറിയ ചെറിയ പൊട്ടറ്റോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് സ്കിന്നോട് കൂടിയാണ് അവർ ബേക്കൊക്കെ ചെയ്തെടുത്തിട്ട് ബട്ടറൊക്കെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം നമ്മുടെ നാട്ടിലെ ഐറ്റംസിൻ്റെ സെക്ഷനാണത്. അതുപോലെ പുറത്തിറങ്ങിയപ്പം മഞ്ഞ് മാറ്റാനുള്ള മെഷീൻ വന്ന് മഞ്ഞ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വാൾമാർട്ടിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി ട്രൂറോ മാളിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളതാ മഞ്ഞു വീണ താഴ്വരയിലൂടെ നമ്മളങ്ങനെ ഓടിച്ച് പിന്നെയും ട്രൂറോ മാളിലെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ വാൾമാർട്ടിൽ നിന്നായാലും കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവർക്കും ഗിഫ്റ്റൊക്കെ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം, സർപ്രൈസൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെയും ട്രൂറോ മാളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഗിഫ്റ്റും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വിന്നേഴ്സിലേക്കാണ് നമ്മൾ പിന്നെയും പോകുന്നത്. വിന്നേഴ്സിലാണെങ്കിൽ കുറേ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ ക്രിസ്മസ് ലൈറ്റ്സും അതുപോലെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കുറേ നാൾ മുമ്പ് തന്നെ തുടങ്ങും. ഫിലിപ്പീൻസൊക്കെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് സെപ്റ്റംബർ മാസം തുടങ്ങുമെന്നാണ് കേട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ നോട്ടീസ് ചെയ്തത് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ്സ് ആണ്. ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കേക്കൊക്കെയാണ് നമ്മൾ കൂടുതലും, നമ്മുടെ പ്ലം കേക്കൊക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ നാട്ടിലെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ചോക്ലേറ്റ്സ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതലും ചോക്ലേറ്റ്സ് ആണ് കണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ കേക്കുകൾ, പിന്നെ അതുപോലെ കുക്കീസ്, ഷോർട്ട് ബ്രെഡ്, അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുപോലെ കുക്കി ബീൻസ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഭരണിയൊക്കെ പോലെ ഗിഫ്റ്റൊക്കെ ആയിട്ടും ഒക്കെ കൊടുക്കാം. അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ എലഗൻ്റ് ആയിട്ടുള്ള, അതുപോലെ ക്വാളിറ്റി ആയാലും നല്ല പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇന്ത്യൻ മെയ്ഡൊക്കെയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു വിന്നേഴ്സിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങാനായാലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാനായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ നിറച്ചും ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ ഇവിടുത്തെ ഡെക്കറേഷൻസായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എൽഫിനെയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ സൂസി നിൽക്കുന്നു. അതുപോലെ സൂസിക്ക് ഭയങ്കര ഇഷ്ടമായി എൽഫിനെ കണ്ടിട്ട്.
അപ്പം ഇവിടെ ജോലി സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ നിറച്ചും ഡെക്കറേഷൻസ്. അതുപോലെ എൽഫിനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പം നമ്മളത് കണ്ടുപിടിക്കും. അതുപോലെ നമ്മളെ വാച്ച് ചെയ്യും എൽഫ്. അതുപോലെ പിള്ളേർക്ക് ഇവിടെ ഭയങ്കര സ്റ്റോറിയാണ് ഇത്. എൽഫ് ഇങ്ങനെ നമ്മളെപ്പോഴും വാച്ച് ചെയ്യും. അപ്പം അതുപോലെ നമ്മുടെ ബിഹേവിയർ, പ്രത്യേകിച്ചും പാരൻസ് ഈ എൽഫിനെ മാറ്റി മാറ്റി വെക്കും. അപ്പോൾ പിള്ളേർ എപ്പോഴും നോക്കും. അതുപോലെ സാന്റ വരുമ്പോൾ സാന്റേനെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ എൽഫ് നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച്. വീട്ടിലുള്ള നല്ല ബിഹേവിയർ ആയിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ, ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു, അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റോറീസൊക്കെ എൽഫ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടുത്തെ കുട്ടികളുടെ സ്റ്റോറീസ്. അതുപോലെ ലാസ്റ്റ് ഡേ നമുക്ക് സാന്റ കൊണ്ടുവന്ന് ഗിഫ്റ്റ് വെക്കുമ്പോൾ ആ ഗിഫ്റ്റ് നമ്മുടെ ബിഹേവിയറിനനുസരിച്ചായിരിക്കും. അതുപോലെ നമ്മുടെ വിഷിനനുസരിച്ചായിരിക്കും, ക്രിസ്മസ് വിഷിനൊക്കെ അനുസരിച്ചായിരിക്കും. അങ്ങനെയൊക്കെ കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ ക്രിസ്മസിന്. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു പ്രത്യേകത, ക്രിസ്മസിന് എല്ലാവരും വൈറ്റ് ക്രിസ്മസ് ആണ് ഇഷ്ടം. അതായത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന, ഇങ്ങനെയുള്ള വൈറ്റായിട്ട് കിടക്കുന്ന ഒരു ലാൻഡാണ് ഇവർക്ക് ക്രിസ്മസിന് ഇഷ്ടം. നമ്മൾക്കാണെങ്കിൽ അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഒരുപാട് നാട്ടിലെ മിസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ഡിന്നർ കഴിക്കാനിരുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം മാങ്ങാക്കറി, തൈരൊഴിച്ച മാങ്ങാക്കറിയൊക്കെ കൂട്ടി നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്.